ആ ഒരു സമയത്താണ് ശങ്കരനത് ശ്രദ്ധിക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ആ മനുഷ്യൻ എങ്ങോട്ടോ പോകുന്നുണ്ട്. അതിപ്പോ എന്തൊക്കെ ജോലിയാണെങ്കിലും അയാൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ആ ചിന്ത ശങ്കരന്റെ അന്നത്തെ ഉറക്കം കെടുത്തി. പല കാരണങ്ങളും ശങ്കരൻ ചിന്തിക്കുവാൻ തുടങ്ങി. എങ്ങോട്ടായിരിക്കും അയാൾ പോകുന്നത്? ധ്യാനം ചെയ്യാനായിരിക്കുമോ? അതോ ദുർമന്ത്രവാദമായിരിക്കോ? എന്തായിരിക്കും? അങ്ങനെ പിറ്റേ ദിവസം ശങ്കരനത് തീരുമാനിച്ചു. ഇന്ന് അയാൾ അറിയാതെ അയാളെ പിന്തുടരണം. അങ്ങനെ സമയമായപ്പോൾ ആ മനുഷ്യൻ പോയി. പുറകെ ശങ്കരനും. കാടിനുള്ളിൽ തന്നെ ഒരു തുറസായ സ്ഥലത്ത് ആ മനുഷ്യനെത്തി. ശങ്കരൻ ശ്രദ്ധയോടെ നോക്കുവാൻ തുടങ്ങി. ശേഷം ഒരു പാറയിൽ അയാളിരുന്നു. ശങ്കരൻ ഉറപ്പിച്ചു, ഇത് ധ്യാനം തന്നെ. ശങ്കരൻ തിരിച്ചു നടക്കുവാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്നാണ് എന്തോ ഒരു സംശയം ശങ്കരനെ വീണ്ടും വിളിച്ചത്. ഉടൻ തന്നെ ശങ്കരൻ വീണ്ടും അയാളെ കാണുവാനെത്തി. ഇത്തവണ ശങ്കരൻ കുറച്ചുകൂടി മുന്നിലേക്ക് വന്നു. ശങ്കരൻ ഞെട്ടി. അയാൾ ധ്യാനിക്കുകയല്ല, കണ്ണുകൾ തുറന്നിട്ടുണ്ട്. അയാൾ കാണുന്ന കാഴ്ചയാണ് ശങ്കരനെ അതിലേറെ ഞെട്ടിച്ചത്. ചുവപ്പും തീയും ചേർന്ന ആ ലോകം ആകാശത്ത് കത്തി നിൽക്കുന്നതായിരുന്നു അയാളുടെ കാഴ്ച. അതെ, സൂര്യാസ്തമയം. ശങ്കരന് അത്ഭുതം തോന്നി. ഇത്ര സുന്ദരമായി ഒരാൾ സൂര്യാസ്തമയം ആസ്വദിക്കുന്നത് അയാൾ ആദ്യമായാണ് കാണുന്നത്. ശങ്കരൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകണമെന്ന് തോന്നി. പക്ഷേ ആ മനുഷ്യന്റെ ആനന്ദം തടസ്സപ്പെടുത്തണ്ട എന്ന് കരുതി കുറച്ചു നേരം ശങ്കരൻ സ്വയം തടഞ്ഞു നിർത്തി. എന്നാൽ അധികം നേരം ശങ്കരനത് കഴിഞ്ഞില്ല. ശങ്കരൻ അയാളുടെ അടുത്തേക്ക് നടന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുക എന്നതാണ്. എന്നെ എപ്പോഴും വലയ്ക്കുന്നതും അതുതന്നെയാണ്. എനിക്ക് സന്തോഷം തോന്നണമെങ്കിൽ വലിയ കാര്യങ്ങൾ എന്തെങ്കിലും വേണം. എങ്ങനെയാണ് ഈ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുക? ഈ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ശങ്കര? നിങ്ങൾ ചെറുതെന്ന് വിളിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചെറുതാണോ? നിങ്ങൾ വലിയ കാര്യങ്ങളെന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? നിങ്ങളുടെ ജോലിയെയോ അതോ നിങ്ങളുടെ ബന്ധങ്ങളെയോ? ഇതാണ് മനുഷ്യരുടെ പ്രശ്നം. അവരെല്ലാറ്റിനും തെറ്റായ മുദ്ര ചാർത്തിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ ജോലിയാണെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ അങ്ങനെയല്ല. കണ്ണടച്ച് ആഴത്തിൽ ശ്വസിക്കുന്നത് ചെറിയ കാര്യമാണെന്ന് നിങ്ങൾ കരുതുന്നു. മഴയിൽ നൃത്തം ചെയ്യുന്നത് ചെറിയ കാര്യമാണെന്ന് നിങ്ങൾ കരുതുന്നു. ശേഷം ഈ ചെറിയ കാര്യങ്ങൾ എങ്ങനെ ആസ്വദിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഇവ ചെറുതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കവയെ ആസ്വദിക്കാൻ കഴിയില്ല. ചെറുത് എന്ന് നിങ്ങൾ ലേബലിൽ ചാർത്തിയ കാര്യങ്ങളിൽ മനസ്സിന് ഒരിക്കലും താല്പര്യമുണ്ടാകില്ല. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശ്രദ്ധയോടെ നിരീക്ഷിക്കും. നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ മനസ്സ് ശ്രദ്ധിക്കുകയും ഓർക്കുകയും ചെയ്യൂ. എത്ര അപരിചിതരെ നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ആരെയാണ് നിങ്ങൾ ഓർക്കുന്നത്? നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ മനസ്സോർക്കൂ. നിങ്ങൾ നിസ്സാരമായി കണക്കാക്കുന്ന ഒന്നും മനസ്സ് ഓർക്കില്ല. ചെറുതാണെന്ന് പറഞ്ഞ നിമിഷം അത് ആസ്വദിക്കാനുള്ള നിങ്ങളുടെ കഴിവ് നഷ്ടമാകുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തലയ്ക്കകത്താണ് ജീവിക്കുന്നത്. ആ തലയ്ക്കകത്ത് രണ്ട് കാര്യങ്ങൾ മാത്രമാണുള്ളത്. നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ ബന്ധങ്ങളും. ഈ രണ്ട് കാര്യങ്ങളും തലയിൽ നിരന്തരം ഓടുന്നതുകൊണ്ട് ഇവ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളാണ്. ബാക്കിയെല്ലാം വളരെ ചെറുതാണെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങൾക്ക് സൂര്യോദയം ഒരു ചെറിയ കാര്യമാണ്. സൂര്യാസ്തമയം ഒരു ചെറിയ കാര്യമാണ്. ഒരു വിത്ത് മരമായി വളർന്ന് ഫലം തരുന്നത് ഒരു ചെറിയ കാര്യമാണ്. നദിയൊഴുകുന്നത് ഒരു ചെറിയ കാര്യമാണ്. മഴ ഒരു ചെറിയ കാര്യമാണ്. എന്നാൽ നിങ്ങൾ വലിയ കാര്യമെന്ന് ലേബൽ ചാർത്തുന്നതോ നിങ്ങളുടെ സ്ഥിരമല്ലാത്ത ജോലിക്കും സ്ഥിരമല്ലാത്ത ബന്ധങ്ങൾക്കുമാണ്. നിങ്ങളുടെ ജോലിയിലും ബന്ധങ്ങളിലും അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പോലും നിങ്ങൾക്കറിയില്ല. എന്നിട്ടും ഇവയ്ക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ലേബൽ ചാർത്തി ബാക്കിയെല്ലാം ചെറുതാണെന്ന് നിങ്ങൾ പറയുന്നു. ശേഷം ചെറിയ കാര്യങ്ങൾ ആസ്വദിക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്നു. ചെറിയ കാര്യങ്ങൾ ആസ്വദിക്കാൻ ഒരു വഴിയുമില്ല. അതിന് കഴിയുകയുമില്ല. ചെറിയ കാര്യങ്ങളിൽ മനസ്സിന് താല്പര്യമില്ല. അതുകൊണ്ട് ആദ്യം നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ തലയിൽ നിന്നും പുറത്തേക്കിറങ്ങും.
തല ചിന്തിക്കുവാനുള്ള ഇടമാണ്, ജീവിക്കുവാനുള്ള ഇടമല്ല. എല്ലാവരും അവരവരുടെ ചെറിയ തലയ്ക്കകത്ത് ഒരു സ്വന്തം പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നു. താൻ സൃഷ്ടിച്ച പ്രപഞ്ചം വളരെ വലുതാണ്. പുറത്ത് നടക്കുന്നതെല്ലാം നിസ്സാരമാണെന്ന് അവർ വിശ്വസിക്കുന്നു. പുല്ല്, പൂക്കൾ, കാടുകൾ, നദികൾ, മലകൾ, ഒഴുകുന്ന കാറ്റ്, ഇവയെല്ലാം ചെറുതായി കണക്കാക്കുന്നു. അങ്ങനെ ഒരു വലിയ പ്രപഞ്ചം ചെറിയ തലയ്ക്കകത്ത് വഹിക്കുകയാണെങ്കിൽ ജീവിതം എങ്ങനെ സന്തുലിതമായിരിക്കും? 200 കിലോഗ്രാം തലയ്ക്ക് മേൽ വഹിച്ചാൽ ശരിയായി നടക്കാൻ കഴിയുമോ? സന്തുലിതമുണ്ടാകുമോ? വീഴില്ലേ? ഇതേ അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് സന്തുലിതമില്ല. വീഴുന്നു, എഴുന്നേൽക്കുന്നു, വേദന തോന്നുന്നു, കരയുന്നു, ആരെയെങ്കിലും പഴിക്കുന്നു, ശേഷം സന്തോഷത്തിൻ്റെ എന്തെങ്കിലും ഉറവിടം തിരയുന്നു. തലയ്ക്ക് പുറത്തേക്കിറങ്ങും, ജീവിതത്തിലേക്ക് പ്രവേശിക്കും, ആ മഹത്തായ ജീവിതത്തിലേക്ക്. അപ്പോഴേക്കും ചാറ്റൽ മഴ തുടങ്ങി. കാലാവസ്ഥ മോശമാവുന്നു, നമുക്ക് പോയാലോ? മഴ മോശം കാലാവസ്ഥയാണോ? ശങ്കര, ആദ്യം ഇത് മനസ്സിലാക്കൂ. മഴയില്ലെങ്കിൽ വിളകളില്ല, ഭക്ഷണമില്ല. ഭക്ഷണമില്ലാതെ നിങ്ങളും ഞാനുമില്ല. അതുകൊണ്ട് ഒരർത്ഥത്തിൽ മഴ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. മഴ നിങ്ങളുടെ ജോലിയേക്കാൾ വലിയ ജോലിയാണ് ചെയ്യുന്നത്. ജോലിയില്ലാതെ മനുഷ്യർ ആയിരക്കണക്കിന് വർഷം ജീവിച്ചു. എന്നാൽ മഴയില്ലാതെ, വിളകളില്ലാതെ, ഭക്ഷണമില്ലാതെ ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. ഇത് മോശം കാലാവസ്ഥയാണോ ശങ്കര? അല്ല, ഒരിക്കലുമല്ല. എനിക്കത് മനസ്സിലായി. മഴ ചെറിയ കാര്യം, ജോലി വലിയ കാര്യം. കുട്ടികളുടെ കൂടെ കളിക്കുന്ന ചെറിയ കാര്യം, ഒരു വൃദ്ധനോട് സംസാരിക്കുന്ന ചെറിയ കാര്യം, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് വലിയ കാര്യം. പക്ഷിയുടെ പാട്ട് കേൾക്കുന്ന ചെറിയ കാര്യം, നദിയുടെ ഈണം കേൾക്കുന്ന ചെറിയ കാര്യം, പാർട്ടിയിൽ ഉച്ചത്തിലുള്ള സംഗീതം കേൾക്കുന്നത് വലിയ കാര്യം. ഭൂമിയിൽ നഗ്നപാതനായി നടന്ന് ജീവിതം അനുഭവിക്കുന്നത് ചെറിയ കാര്യം. കാലിൽ തോല് ചുറ്റി കോൺക്രീറ്റിൽ നടക്കുന്നത് വലിയ ബുദ്ധിയുള്ള കാര്യം. സൂര്യോദയവും സൂര്യാസ്തമയവും നോക്കുന്നത് ചെറിയ കാര്യം. നെറ്റ്ഫ്ലിക്സ് ഇരുന്ന് കാണുന്നത് വലിയ കാര്യം. അത്ഭുതം, അത്ഭുതം. ആളുകൾക്ക് ഒരു മഹത്തായ ജീവിതം ഇല്ലാത്തതിന്റെ കാരണം ഇപ്പോൾ എനിക്ക് മനസ്സിലായി. മഹത്തായ ജീവിതത്തിലേക്കുള്ള വഴി യഥാർത്ഥത്തിൽ വലുതേതെന്നും ചെറുതേതെന്നും മനസ്സിലാക്കുന്നതാണ്. വലുതായി തോന്നുന്നതേതെന്നും യഥാർത്ഥത്തിൽ വലുതേതെന്നും മനസ്സിലാക്കും. പുറത്തു കാണുന്ന മരങ്ങളും പക്ഷികളും മഴയും സൂര്യോദയവും സൂര്യാസ്തമയവും പുല്ലും വിളകളും മണ്ണും, ഇവ നമ്മുടെ ചിന്തകളേക്കാൾ വലുതാണ്. ഇവ നിങ്ങളെ പോഷിപ്പിക്കുന്നു, സൗഖ്യമാക്കുന്നു. ജോലി എപ്പോഴാണ് നിങ്ങൾക്ക് സമാധാനം തന്നത്? ആ മരം എപ്പോഴാണ് നിങ്ങൾക്ക് വേദന തന്നത്? സൂര്യാസ്തമയം എപ്പോഴാണ് നിങ്ങളെ ദ്രോഹിച്ചത്? നിങ്ങളുടെ തലയാണ് നിങ്ങളുടെ ഹൃദയം മുറിച്ചത്. നിങ്ങളുടെ തലയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തത്. അതിൽ നിന്ന് ഇറങ്ങി കണ്ണു തുറക്കൂ, പുതുമയോടെ നോക്കൂ. ഒരു ചെറിയ കാര്യം ആസ്വദിക്കാനല്ല, ജീവിതവുമായി ബന്ധം സ്ഥാപിക്കാൻ. ഇന്നു മുതൽ ഈ ചെറിയ കാര്യങ്ങൾക്ക് വലിയ കാര്യങ്ങളെന്ന് ലേബൽ ചാർത്താൻ തുടങ്ങും. കാരണം ഇവ യഥാർത്ഥത്തിൽ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ വലുതാകും. നിങ്ങൾക്കൊരു മഹത്തായ ജീവിതമുണ്ടാകും. മാനസിക തലത്തിൽ നിന്ന് യഥാർത്ഥ ലോകത്തിലേക്ക് നടന്നു വരും. അപ്പോൾ ജീവിതം ഇത്ര ദുഷ്കരമല്ല എന്ന് മനസ്സിലാകും. നാം തന്നെയാണ് അത് ദുരിതമാക്കുന്നത്. യഥാർത്ഥത്തിൽ ജീവിതം സുന്ദരവും അത്ഭുതകരവുമാണ്. സന്ധ്യ ഗാഠമാകും തോറും കാടിരുണ്ടുവരുന്നു. ചീവീടുകളുടെ ശബ്ദം ഉയർന്നു കേൾക്കുവാൻ തുടങ്ങി. ശാന്തവും ആശ്വാസദായകവുമായ ആ ശബ്ദം. ഈ ശാന്തമായ ചീവീടിന്റെ ശബ്ദം. അതെ, ഇതൊരു ചെറിയ കാര്യം. നിങ്ങളുടെ ആഡംബര കാറിന്റെ ശബ്ദം വലിയ കാര്യം, കൂടുതൽ മനോഹരം. രാത്രിയായപ്പോൾ പതിവ് പോലെ ശങ്കരൻ കവിത വായിക്കുവാൻ ആരംഭിച്ചു. ഞാൻ നിശബ്ദമായ ഒരിടം കണ്ടെത്തി. എൻ്റെ മനസ്സതിനെ ശബ്ദം കൊണ്ട് നിറച്ചു. ഞാൻ ബഹളമയമായ ഒരിടത്ത് നിൽക്കുന്നു. എൻ്റെ മനസ്സതിനെ നിശബ്ദത കൊണ്ട് നിറച്ചു. എൻ്റെ മനസ്സെങ്ങനെയാണോ സ്ഥലവും അങ്ങനെ തന്നെയാകും. ജ്ഞാനികൾ നരകത്തെയും സ്വർഗമാക്കുന്നു. മൂഢന്മാർ സ്വർഗത്തിലും പരാതി പറയുന്നു.
നിനക്ക് കലങ്ങിമറിഞ്ഞ ജീവിതമല്ല, കലങ്ങിമറിഞ്ഞ മനസ്സ് മാത്രമേ ഉള്ളൂ. മനസ്സാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും നിശബ്ദവും ഏറ്റവും കോലാഹലവുമായ സ്ഥലം. നീ എത്രയധികം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവോ അത്രയധികം മനസ്സ് നിന്നിൽ നിന്നും അകലും. അതിനാൽ ദയവായി മനസ്സിലാക്കാതിരിക്കുക.